നമ്മുടെ ഉടക്കുവലയിൽ കിട്ടിയ മീനാണ്. അതിൽ കാരിയും ചെമ്പല്ലിയും എല്ലാം അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. പാടത്തൊക്കെ കൃഷിയൊക്കെ കഴിഞ്ഞ് വെള്ളം കയറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ മീനുകളും നല്ല രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് ഉടക്കുവലയിട്ട് മീൻ പിടിക്കാനുള്ള പരിപാടി. നമ്മൾ ഉടക്കുവലയിട്ട് ഇതുവരെ നമുക്ക് ഒന്നും കിട്ടാതിരുന്നിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു കമ്പ് കുത്തി വെക്കാം. കമ്പ് കുത്തി വെച്ചിട്ട് അതേ വല കെട്ടി വേണം നമുക്ക് നിരത്തി അങ്ങ് ഇടാനായിട്ട്. നമ്മളിങ്ങനെ വല ഇട്ടിട്ട് അങ്ങ് അറ്റം വരെ വളച്ച് ഇടാനുള്ള പരിപാടി. എന്നിട്ട് നമുക്ക് 2 പ്രാവശ്യമായിട്ട് വേണം മീൻ വന്നെടുക്കാനായിട്ട്. കാരണം നമ്മൾ രാത്രിയിൽ വന്നെടുക്കും, അത് കഴിഞ്ഞ് നമ്മൾ രാവിലെയും വന്നെടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കയറുന്ന മീൻ രാത്രിയിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും അതെല്ലാം ചത്ത് ചീഞ്ഞു പോകും. നമ്മുടെ വലയിടിയിലൊക്കെ നമ്മൾ ഫാസ്റ്റായിട്ട് ഏകദേശം തീർക്കുന്നുണ്ട്. ഇനി നമുക്ക് രാത്രി വന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ മീനെടുക്കാനായിട്ട് വന്നേക്കുവാണ്. ഇപ്പോൾ നമുക്കിതിനകത്ത് ചെമ്പല്ലിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ചെമ്പല്ലി കല്ലടാമുട്ടി എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനകത്തൊരു ചില്ലാനും 2 കാരിയും ഉണ്ടായിരുന്നു. ബാക്കി മൊത്തം നമ്മുടെ കല്ലടമുട്ടിയായിരുന്നു. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. രാത്രി മാത്രം കിട്ടിയ മീനുകളായി. ഇതിനെ നമുക്ക് രാവിലെ പോയി നോക്കാം. നമ്മളൊരു കൂട് വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് അതുകൂടെ ഒന്ന് എടുത്ത് നോക്കാം. അതിനകത്ത് മീൻ വല്ലതും കയറിയിട്ടുണ്ടോ എന്ന് നോക്കാം. എന്തെങ്കിലും കിട്ടിയ ഒരു ബോണസായിട്ടിരിക്കുമല്ലോ. യൂട്യൂബിലാണ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഫിഷിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ പുല്ലുകൊണ്ട് മൂടിയാണ് നമ്മുടെ കൂട് വെച്ചിട്ട് നമുക്കത് എടുത്ത് നോക്കാം. നമുക്ക് കൂട് വെച്ചതിനകത്തുനിന്ന് ഒരു 2-3 കല്ലടാമുട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേ ഉള്ളായിരുന്നു. ഇപ്രാവശ്യം മീൻ കുറവായിരുന്നു. നമ്മൾ കൂട് വെച്ചിട്ട് മീൻ കയറിയത് കുറവാണ്. നമുക്കിത് അവിടെ തന്നെ ഇട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ പേരും വന്നെടുത്ത് നോക്കാം. അടിപൊളി. നമ്മുടെ വലയിൽ നമുക്കിത് നല്ല അടിപൊളി കല്ലടാമുട്ടിയാണ് കിടക്കുന്നത് കേട്ടോ. നല്ല പെട്ടയ്ക്കുന്ന കല്ലടാമുട്ടി. നല്ല പെട്ടയ്ക്കുന്ന മീൻ. നമ്മൾ രാത്രി ഒരു പ്രാവശ്യം എടുത്ത് മീനെ മാറ്റിയതുകൊണ്ടാണ്, അല്ലെ കുറേയൊക്കെ അങ്ങ് ചത്തുപോയി വലയിൽ കിടന്ന്. എന്തായാലും നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്ന മൊത്തം അത്യാവശ്യം ജീവനുള്ള മീനുകളാണ് കേട്ടോ. പിന്നെ നമ്മളിടുന്നതെന്ന് പറഞ്ഞാൽ കണ്ണി വലിപ്പമുള്ള വലയാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള മീനുകൾ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. കാരി പോലുള്ള മീനുകൾ വല കൊടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമുക്കിട്ട് നൈസൊരു പണി കിട്ടി. കയ്യേതാണ്ട് കാരിയുടെ കൊമ്പ് കുത്തിക്കറി അതിനെ വലയിൽ നിൽക്കാൻ പോയതാണ്. ചോര വരുന്നുണ്ട്. മീനുകളെ വെച്ച് ഈ കാരിയൊക്കെ കൊമ്പ് കൊണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി ഡേഞ്ചറാണ്. കൈക്ക് നല്ല പണി കിട്ടും. സ്ഥലത്തിനെ മാത്രം എടുക്കുമ്പോൾ ഇച്ചിരി നോക്കിയെടുക്കണം. ഇവിടെ മീനൊക്കെ ഏകദേശം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് മീനെ കാണിക്കാം.
നമുക്ക് കിട്ടിയ ജീവനുള്ള മീനുകളെ മാത്രമാണ് നമ്മൾ തിരഞ്ഞു മാറ്റിയിടുന്നത്. അത് നമുക്ക് കൊടുക്കാനായിട്ടാണ്. ഇതിലും ജീവനോടുള്ളത് കല്ലടാമുട്ടിയാണ്. ബാക്കി നമുക്ക് വേണ്ട ഇത്രയും മീനുകളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് എടുക്കാം. കറി വെക്കാനും വറക്കാനുള്ള കിടിലൻ ഫിഷിംഗ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.